ഗോൾഡൻ പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി വികാസവാണിയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 3 ബെഡ്റൂമിന്റെ വീടിന്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കാണുന്ന പോലെ ഒരു കൊളോണിയൽ സ്റ്റൈലിലാണ് വീടിന്റെ നിർമ്മാണം. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 3.5 കിലോമീറ്ററും കാക്കനാട് കളക്ടറേറ്റിലേക്ക് 4.5 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. വീടിന്റെ മുന്നിലായി ഏകദേശം 4 മീറ്ററോളം വീതി വരുന്ന റോഡ് വരുന്നുണ്ട്. ഇവിടെയെല്ലാം ഒരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായി നിൽക്കുന്ന വീടുകൾ വരാനുള്ളതാണ്. ഈ റോഡ് ഇന്റർലോക്ക് കട്ട വിരിച്ച് കംപ്ലീറ്റ് ആക്കാനുണ്ട്. വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മനോഹരമായ ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റ് തന്നെയാണ് വീടിന്റെ മുന്നിലായി കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. കാർ പോർച്ചിൽ തന്നെ നമുക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. കാർ പോർച്ചിലും ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഗ്ലാഡിംഗ് ടൈലുകളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. കടപ്പകലാണ് വീടിന്റെ മുറ്റത്തായി വിരിച്ചിട്ടുള്ളത്. അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കാനുണ്ട്. വടക്കിഴക്കേ മൂലയിലായി കിണറിന്റെ സ്ഥാനം നമുക്ക് കാണാം. വർഷത്തിൽ എല്ലാ ദിവസവും സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. കിഴക്കോട്ട് ദർശനത്തോടു കൂടി വരുന്ന ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി വർക്ക് ഏരിയക്കുള്ളൊരു സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എഞ്ചിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. എറണാകുളം ജില്ലയുടെ തന്നെ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും IT പാർക്കിനും അടുത്തായും നിൽക്കുന്ന ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. ഗ്രാനൈറ്റും ടൈലുമാണ് അവിടെ ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിട്ടുള്ളത്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. ആഞ്ഞിലിയും മഹാഗണിയും എല്ലാം ഉപയോഗിച്ച് മനോഹരമാക്കി തന്നെയാണ് ഡോറുകളും മറ്റുള്ള മരങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി വരുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹാളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ വീടിന്റെ ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു TV യൂണിറ്റും നമുക്ക് കാണാം. വിശാലമായ ഒരു ലിവിംഗ് ഹാളിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കേണ്ടത്. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചേർത്തിരിക്കാവുന്ന വലിപ്പമുള്ള ഒരു ടേബിൾ ഡാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. നല്ല വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി മാക്സിമം സ്പേസിലെല്ലാം വിൻഡോ എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചന്റെ നിർമ്മാണം. മനോഹരമായ ഹാങ്ങിങ് ലൈറ്റുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ഓപ്പൺ ഏരിയ നമുക്ക് കാണാം. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറോട് കൂടി വരുന്ന ഒരു ഏരിയ ആണ്. കിച്ചണിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള കിച്ചണിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഗ്രീൻ കളറിൽ വരുന്ന കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കിച്ചണിൽ ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷിൽ വരുന്ന മാറ്റ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വെളിച്ചം ലഭിക്കുന്നതിന് വേണ്ടി വലിപ്പമുള്ള വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചൺ കൂടാതെ നമുക്ക് ഒരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഫുൾ കവേർഡ് എല്ലാം ചെയ്ത് ഭംഗിയാക്കി തന്നെയാണ് അവിടെ ആ ഒരു ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് നേരെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിന് ഏകദേശം 14 അടി നീളവും 11 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിൽ ഒതുങ്ങി മാറി നിൽക്കുന്ന രീതിയിൽ മൾട്ടിവുഡിൽ നിർമ്മിച്ചിട്ടുള്ള കബോർഡ് വർക്കും നമുക്ക് കാണാം. വലിപ്പമുള്ളൊരു ബാത്റൂമാണ് ഇവിടെ ലഭിക്കുന്നത്. സീലിംഗിൽ മുട്ടി നിൽക്കുന്ന രീതിയിൽ ടൈലുകളെല്ലാം ഒട്ടിച്ച് ജാഗൂറിന്റെ ഫിറ്റിംഗ്സും കൺസീൽഡോടുകൂടി വരുന്ന ഫ്ലഷ് ടാങ്ക് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂം നിർമ്മിച്ചിട്ടുള്ളത്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയ എല്ലാം സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിൽ നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്നൊരു വാഷ് കൗണ്ടർ കാണാം. അവിടെയെല്ലാം മിററെല്ലാം സെറ്റ് ചെയ്യാനുണ്ട്. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകത സ്റ്റെയർ കേസ് തന്നെയാണ്. ഒരു മോഡേൺ സ്റ്റൈലിൽ വരുന്ന സ്റ്റെയർ കേസാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ജിയുടെ പൈപ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഫ്ലോറിങ്ങിനായി വുഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ട്രീറ്റഡ് വുഡ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി 1ാമത്തെ നിലയിലേക്കാണ് പോകാനുള്ളത്.
നേരെ സ്റ്റെപ്പ് കയറി വരുന്നത് ഒരു ഹോളിലേക്കാണ്. അവിടെയെല്ലാം ഒരു ഹാങ്ങിങ് ലൈറ്റ് എല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഒരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ഹോളിലേക്കാണ് നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെയായി നമുക്ക് 2 ബെഡ്റൂമും 2 ബാൽക്കണിയും യൂട്ടിലിറ്റി ഏരിയയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് നേരെ ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. ഈ കാണുന്ന ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിന്റെ സെയിം അളവിൽ തന്നെ അതിന്റെ നേരെ മുകളിലായി ലഭിക്കുന്ന ബെഡ്റൂമാണ്. അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ഈ വീടിന് ലഭിക്കുക. എല്ലാ ബെഡ്റൂമിലും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. കൂടാതെ വലിപ്പമുള്ള വിൻഡോ എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ലഭിക്കുക. മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലെല്ലാം എല്ലാ ബാത്റൂമിനും ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് പോകാനുള്ളത്. ഇതാണ് വീടിന്റെ മാസ്റ്റർ ബെഡ്റൂം. ഇതിന് ഏകദേശം 15 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ്. ഇവിടെയെല്ലാം വലിപ്പമാർന്ന ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലായി ഇവിടെ കബോർഡ് വർക്കെല്ലാം ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനും വലിപ്പമുള്ള ബാത്റൂം ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ബാത്റൂം 3 ബെഡ്റൂമിനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ബെഡ്റൂമിനായി അഡീഷണൽ പറയാനുള്ളതാണ് ഇതിന്റെ ബാൽക്കണി. ഒരു മാസ്റ്റർ ബെഡ്റൂമിന് വരുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലിപ്പമുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വിൻഡോ കം ഡോറായിട്ടാണ് ഈ ഒരു വിൻഡോയുടെ നിർമ്മാണം. ഇവിടെ നിന്നും നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. ബാൽക്കണിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പ്രകൃതി ഭംഗിയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഈ ഒരു വില്ല പ്രൊജക്റ്റിന്റെ ആദ്യത്തെ വീടാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. മറ്റുള്ള വില്ലകൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് മെയിൻ ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കുമാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിന്റെ മറ്റുള്ള വിശദ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്തായി സ്ഥിതി ചെയ്യുന്ന 4 സെന്റിൽ 1750 സ്ക്വയർ ഫീറ്റ് പ്ലസ് 250 സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 82 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം.